ഹായ് ഓൾ, വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് 18 തീയതി മാർച്ചാണ്. നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് എ വോളണ്ടറി മാൻഡേറ്റ്, ഇത് GS2 ടോപ്പിക്കാണ്. മോഡേൺ ഡേ സമിട്രി, ഇറ്റ്സ് പെരിൽസ് ആൻഡ് ഇറ്റ്സ് പ്രോസ്പെക്ട്സ്, GS2 ടോപ്പിക്കാണ്. എ സ്കൂൾ ക്ലോഷർ ദാറ്റ് മസ്റ്റ് ബി കോൾഡ് ഔട്ട്, GS2 ടോപ്പിക്കാണ്. ദെൻ ഒരു മോഡൽ MCQ കൂടെ നമ്മൾ പ്രിലിംസ് ലെവലിൽ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് അധികം വയ്യാതെ മുന്നോട്ട് പോകാം. വോളണ്ടറി മാൻഡേറ്റ് GS2 വരുന്ന ടോപ്പിക്കാണ്. അതായത് ഒരു ഗവർണൻസ് റിലേറ്റഡ് ആണ്. പിന്നെ അതുപോലെ ഇഷ്യൂസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, ആ ഒരു ഫീൽഡ് ഒക്കെ ഉണ്ട് നമ്മുടെ മെയിൻസിനകത്ത്. ആ ഒരു ലെവലിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അടുത്തിടെയായിട്ട് നമുക്കറിയാം ആധാർ ID എന്ന് പറഞ്ഞ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കൗണ്ട് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി, ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി ID അടുത്തിടയ്ക്കായിട്ട് കൊണ്ടുവരികയുണ്ടായി. എന്തിനു വേണ്ടിയായിരുന്നു? സ്റ്റുഡൻസിന്റെ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സും പിന്നെ അതുപോലെ ഒരു സെൻട്രലൈസ്ഡ് റെക്കോർഡ് സിസ്റ്റം കൂടെ കൊണ്ടുവരാൻ വേണ്ടി. അതായത് ഒരു നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സും അക്കാഡമിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും എല്ലാം ഡിജിറ്റൈസ് ചെയ്യുന്നു. നമ്മൾ പഠിക്കുന്നതൊക്കെ എത്ര ക്രെഡിറ്റ് ആണെന്നനുസരിച്ച് ഇതൊരു ക്രെഡിറ്റ് ബാങ്ക് പോലെ ഇതിനകത്തേക്ക് വരും. ഇതൊരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ പോലെ, ബാങ്ക് അക്കൗണ്ടിൽ പൈസയൊക്കെ ക്രെഡിറ്റ് ആയി കിടക്കുന്ന പോലെ നമ്മൾ പഠിക്കുന്ന കാര്യമെല്ലാം എവിടെ വരും? ഈ ആധാർ IDക്കകത്ത് ക്രെഡിറ്റഡ് ആയിട്ട് കിടക്കും. ഇത് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണ്. ആധാറിന്റെ ഫുൾ ഫോം ഇതാണ്, ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പം ഇത് എല്ലാ സ്കൂൾസും കയറണമെന്നില്ല, പക്ഷെ ഇത് വോളണ്ടറി ആണ്. പക്ഷെ ഉത്തർപ്രദേശിലും അതുപോലെ കർണാടകയിലൊക്കെ പ്രഷറൈസ് ചെയ്ത് തന്നെ ആളുകളെ കൊണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അതുപോലെ പേരൻസിനെ ഒക്കെ ഒരു കൊയേർഷൻ, അതായത് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഈ ആധാർ IDയിലേക്ക് കുട്ടികളെ എല്ലാം കൊണ്ടുവരണം എന്ന രീതിക്ക് ഉള്ള നടപടികളൊക്കെ ഉത്തർപ്രദേശിലും അതുപോലെ കർണാടകയിലും സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ 100% ഇതിൽ ആധാർ IDയിൽ എൻറോൾമെന്റ് കൊണ്ടുവരാൻ വേണ്ടി. അപ്പം ഇതൊക്കെ ഈ ഇടയ്ക്ക് കുറച്ച് നാൾ മുന്നേ ഒക്കെ കുറച്ച് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ടായത്. UDIS+, പിന്നെ അതുപോലെ സ്റ്റുഡന്റ് ഡാറ്റാബേസ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇതൊക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കീഴിൽ വന്നതാണ്. അപ്പം ഇപ്പൊ എന്താണ് ഇത്? അതിന്റെയൊക്കെ ഒരു പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നോവൽ ഇനിഷ്യേറ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ പുതിയൊരു ഏറ്റവും റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ ആധാർ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ ഫുൾ ഫോം ഇപ്പോൾ പറഞ്ഞു. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ആണ്. ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ബിഗിനിങ് ഫ്രം ഏർലി ഏജ്, ഏറ്റവും ചെറിയ പ്രായത്തിൽ തുടങ്ങി ആളുകൾക്ക്, അല്ലെങ്കിൽ ചെറിയ സ്കൂളിംഗ് കാലഘട്ടത്തിൽ തുടങ്ങി ആധാർ ID ഉപയോഗിച്ച് ഓരോ പഠിക്കുന്ന കാര്യങ്ങളും അതിനകത്ത് ക്രെഡിറ്റ് ആക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. നമുക്കറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടുത്തിടയ്ക്കായിട്ട് വന്ന, റീസെന്റ് ആയിട്ട് വന്ന ഏറ്റവും നല്ലൊരു റിഫോം ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020 എന്ന് പറയുന്നത്. ആൻഡ് ദ നാഷണൽ ക്രെഡിറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക്. ഈ ക്രെഡിറ്റ് ഇതിലേക്ക് ഞാൻ പറഞ്ഞു, പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് ആയിട്ട് വരും. ഇത്ര നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ അതിന് ഇത്ര ക്രെഡിറ്റ് എന്ന് വെച്ചിട്ട് ഈ അക്കാഡമിക് ബാങ്കിൽ ക്രെഡിറ്റ് ആവും. ഞാൻ പറഞ്ഞു ആധാർ ID ഇത് രജിസ്ട്രേഷൻ വോളണ്ടറി ആണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എയിംസ് ടു സ്ട്രീംലൈൻ ആൻഡ് എൻഹാൻസ് ദ അക്കാഡമിക് എക്സ്പീരിയൻസ് ഫോർ സ്റ്റുഡൻസ് throughout India by assigning a unique and permanent 12-digit ID to each student. അപ്പോൾ ഓരോ ആളുകൾക്കും ആധാർ പോലെ തന്നെ ഒരു പെർമനന്റ് ആയിട്ടുള്ള 12-digit ID കൊടുക്കും. യുണീക്ക് ആയിരിക്കും അത് ആ കുട്ടിക്ക്. അപ്പൊ അവർക്ക് അതൊരു സിംഗിൾ ആക്സസിബിൾ പ്ലാറ്റ്ഫോം ആയിട്ട് മാറും. അക്കാഡമിക് റെക്കോർഡ്സ് ഒക്കെ ഈ പറയുന്ന ID വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താ, ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ കാര്യമൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഒത്തിരി അധികം സർട്ടിഫിക്കറ്റ്സ് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം ഇതൊക്കെ ഡിജിറ്റൈസ് ആകുമ്പോൾ കുറെ അധികം ആളുകൾക്ക് അങ്ങനത്തെ ഉപകാരങ്ങൾ ഉണ്ടാവും. ഇതൊന്നും ചിലപ്പോൾ കൈ കൊണ്ടുപോകണമെന്ന് വരില്ല. ചിലപ്പോൾ ഈ ID കൊടുത്താൽ തന്നെ എന്താ, ഇതിനകത്ത് ഫുള്ള് ഡോക്യുമെന്റ്സും ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് എംഫസൈസ്ഡ് ആസ് നോട്ട് ഓൺലി a vital tool for tracking the educational progress of 260 million students in India, but also an aspirational and globally recognized document for students. ഇത് ജസ്റ്റ് ഒരു അക്കാഡമിക് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ടൂൾ അല്ല, പക്ഷെ ടൂൾ മാത്രമല്ല, പക്ഷെ അതിനപ്പുറം എന്താണ്, ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് സ്റ്റുഡൻസ്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ പറഞ്ഞപ്പോൾ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ആധാർ എന്ന് പറയുന്നത് എന്താ, ഇതിലൊരു അക്കൗണ്ടബിലിറ്റി അതുപോലെ ഇതിനൊരു ട്രാൻസ്പെറൻസി ഒക്കെ ഉണ്ട്. നമ്മളെല്ലാം ഡിജിറ്റൽ റിഫോംസ് എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിരിക്കും. ബൈ ട്രാക്കിംഗ് സ്റ്റുഡൻസ് പ്രോഗ്രസ് ആൻഡ് സ്ട്രീം ലൈനിങ്
അക്കാഡമിക് റെക്കോർഡ്സ്. രണ്ടാമതായിട്ട് എന്താണ്? ഇറ്റ് എൻഹാൻസസ് എഫിഷ്യൻസി, കോംബാറ്റ്സ് ഫ്രോഡ് ആൻഡ് ഇൻക്ലൂഡ്സ് കോ കരിക്കുലർ അച്ചീവ്മെന്റ്സ് ഫോർ ഹോളിസ്റ്റിക് സ്റ്റുഡന്റ് ഡെവലപ്മെന്റ്. അപ്പം ഇതില് കുറെ കള്ളത്തരങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇത് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിരിക്കും ഈ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ കോ കരിക്കുലർ അച്ചീവ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഹോളിസ്റ്റിക് സ്റ്റുഡന്റ് ഡെവലപ്മെന്റ് ഇതുകൊണ്ട് സാധ്യമാകും. With multiple use cases, ABAR facilitates a smooth transfer process and supports data-driven decision making in എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം ഇപ്പം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കോളേജിൽ ഇത്ര ക്രെഡിറ്റ് നമ്മൾ അക്വയർ ചെയ്തു. ഇപ്പൊ ഫസ്റ്റ് ഇയർ ഒരു കോളേജിൽ പഠിച്ചു, അടുത്ത ഇയറിൽ നമ്മൾ വേറൊരു കോളേജിലേക്ക് വേണമെങ്കിൽ ഒക്കെ സ്വിച്ച് ചെയ്തൊക്കെ പോകാൻ പറ്റും. കാരണം എന്താ? ഓൾറെഡി നമ്മൾ പഠിച്ചതൊക്കെ ഈ ക്രെഡിറ്റ് ബാങ്കിൽ കിടക്കും. ഇത് നഷ്ടം വന്ന് പോകത്തില്ല. പിന്നെ ഇപ്പൊ ഒക്കെ ഉണ്ട് ഈ 4 year UG ഒക്കെ വന്നപ്പോഴത്തേനും എന്താ നമ്മൾ കാണുന്നത്, ഫസ്റ്റ് ഇയർ പഠിച്ച സബ്ജക്ട് തന്നെ സെക്കൻഡ് ഇയർ എടുക്കണമെന്നില്ല. സെക്കൻഡ് ഇയർ വേറൊരു ഇതിലേക്ക് നമുക്ക് മേജറിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒക്കെ സബ്ജക്ട്സ് ഒക്കെ മാറാനൊക്കെ സാധിക്കും. കാരണം ഫസ്റ്റ് ഇയർ അത്രയും പഠിച്ചതൊന്നും നഷ്ടം വരത്തില്ല, ക്രെഡിറ്റ് ബാങ്കിൽ കിടക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അക്കാഡമിക് ആ ഒരു ലൈഫിൽ നിന്ന് ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോബിനൊക്കെ പോയിച്ചിട്ട് ഒരു ഇത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ തിരിച്ചു വന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മൾ ഇത്രയും നാളും പഠിച്ചത് ലോസ്റ്റ് ആവുന്നില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ അവിടെ ആ ഡ്രോപ്പ് ഔട്ട് ആയി പോവുക. ആൾക്ക് പിന്നെ ആ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നാൾ പഠിച്ച ആ ഒരു വർഷം പോയിട്ട് ഒരാൾ ഇറങ്ങുവാന്ന് വിചാരിച്ച ആ ഒരു വർഷം പഠിച്ച അത് ലോസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അങ്ങനത്തെ കാര്യമൊന്നും ഇല്ല. സോ ഒരു സ്മൂത്ത് ട്രാൻസ്ഫർ പ്രോസസ് ഒക്കെ നടക്കും കാര്യം കുട്ടികൾക്ക്. പിന്നെ കൂടാതെ ഇറ്റ് ഓൾസോ എനേബിൾസ് സ്റ്റുഡൻസ് ടു ഈസിലി ഷെയർ ദയർ അക്കാഡമിക് റെക്കോർഡ്സ് ഫോർ എൻഹാൻസ്ഡ് ആക്സസ് ടു എംപ്ലോയ്മെന്റ്. ഇപ്പം ഒരു ജോലി സ്ഥലത്തൊക്കെ എത്തുവാണെങ്കിൽ നമുക്ക് ഇത് ചിലപ്പോൾ ഇങ്ങനെ അക്കാഡമിക് റെക്കോർഡ്സ് ഒന്നും ഇങ്ങനെ ഫയലിലൊന്നും കൊണ്ടുപോകേണ്ട ഇനി വരത്തില്ല. ഈ ആബാർ ID വെച്ചിട്ട് നമുക്ക് ഈ കുട്ടി എത്ര വരെ പഠിച്ചു, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് കോളേജിൽ നേടി, കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. കുറെ അധികം പോസിറ്റീവ്സ് നമ്മൾ പറഞ്ഞു, പക്ഷെ അതിന്റെ കൂടെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അതൊന്നും നമ്മൾ കൺസേൺസ് ഒക്കെ നമ്മളൊന്ന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒന്നാമത്തെ കൺസേൺ ആയിട്ട് പറയാൻ പറ്റുന്നത് കൺസെന്റ് ഇഷ്യൂസ് ആണ്. നമ്മൾ പറഞ്ഞ അബാർ എന്ന് പറയുന്നത് ലീഗലി മാൻഡേറ്ററി അല്ല, പക്ഷെ കുറെ സ്കൂളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഉത്തർപ്രദേശ്, കർണാടകയിലൊക്കെ എന്താണ് പ്രഷറൈസ് ചെയ്ത കുട്ടികളെ കൊണ്ട് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് അബാറിൽ രജിസ്റ്റർ ചെയ്യാൻ ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം അതെന്താ, അവരൊരു 100% എൻറോൾമെന്റ് ഇത് കൊണ്ടുവരാൻ വേണ്ടി, ഇത് ലീഗലി മാൻഡേറ്ററി അല്ല, പക്ഷെ സ്കൂൾസ് ഇത് പ്രഷർ ചെയ്ത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഡാറ്റ സെക്യൂരിറ്റി റിസ്കുകളുണ്ട്. ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023, നമ്മളിത് ന്യൂസിലൊക്കെ ഇടയ്ക്ക് കാണുന്നതാണ്. ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 എന്ന് പറയുന്നത്. അത് ഇതുവരെയായിട്ട് എൻഫോഴ്സ് ചെയ്തിട്ടില്ല. അതൊക്കെ എൻഫോഴ്സ് ചെയ്യുവാണെങ്കിൽ കുറെ കൂടെ നമുക്ക് പേടിക്കാതെ പ്രൈവസി കൺസേൺസ് ഒക്കെ കുറെ അഡ്രസ് ചെയ്യും. പിന്നെ അതുപോലെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ അവിടെ എൻഷുർ ചെയ്യും. അപ്പം അങ്ങനത്തെ ഇപ്പം എന്താ കുറച്ച് ഡാറ്റ സെക്യൂരിറ്റി റിസ്ക് ഒക്കെ ഉണ്ട് ഇതുമായിട്ട് ചേർന്ന്. പിന്നെ അതുപോലെ ലീഗൽ കൺസേൺസ് കുറച്ചുണ്ട്. അതായത് സുപ്രീം കോർട്ട് ഹാസ് റൂൾഡ് ദാറ്റ് ആധാർ cannot be mandated ഫോർ ബേസിക് എഡ്യൂക്കേഷൻ. ബേസിക് എഡ്യൂക്കേഷൻ ആധാർ ഒരു മാൻഡേറ്റ് ആവാൻ പാടില്ല ബേസിക് എഡ്യൂക്കേഷന് വേണ്ടി എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ആധാർ ഒരു നിർബന്ധമാക്കരുത്. ആൻഡ് അബാർ കുഡ് സെർവ് as എ വർക്ക് ഗ്രൗണ്ട് ടു ദിസ് റൂളിംഗ്. അപ്പൊ ഇങ്ങനെ ഒരു റൂളിംഗ് സുപ്രീം കോടതി വെക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ അബാർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ്, നെയിം മിസ്മാച്ചസ് ആൻഡ് എൻറോൾമെന്റ് ഫെയിലിയേഴ്സ് ഹാവ് എമേർജ്ഡ്. നെയിം മിസ്മാച്ച്, പിന്നെ അതുപോലെ എൻറോൾമെന്റ് ഫെയിലിയേഴ്സും, അതൊക്കെ നമ്മുടെ ഓരോ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെയാണ് നമ്മൾ ഈ ഡിജിറ്റൽ ഗവർണൻസിലൊക്കെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു കൺസേൺ ആണ്. The article argues that informed consent and legal backing should be the foundation of any digitization effort, warning that ABAR risks becoming mandatory in practice without legislation. അപ്പം ഇതിനകത്ത് എന്താ, നമ്മൾ ഒരു ഇൻഫോംഡ് കൺസെന്റിന്റെ ഒരു അംശം ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ ആർഗ്യൂ ചെയ്യുമ്പോഴത്തേനും എന്താ മെയിൻ ആയിട്ട് ആർഗ്യൂ ചെയ്യുന്നത്, ഇൻഫോംഡ് കൺസെന്റ്. നമ്മൾ പറഞ്ഞു ഇത് മാൻഡേറ്ററി ആക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു കൺസെന്റിനനുസരിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. കാരണം അത് എൻഫോഴ്സ് ചെയ്യുവാണ്. പിന്നെ ഇതിനൊരു ലീഗൽ ബാക്കിങ്ങും ഇല്ല, ഇതൊരു മാൻഡേറ്ററി അല്ല എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഡിജിറ്റൈസേഷൻ എഫേർട്ട് വരുമ്പോൾ അതൊരു ചലഞ്ച് ആയിട്ട് വരുന്നു. പിന്നെ വാണിംഗ് ദാറ്റ് അബാർ ഇസ് ബിക്കമിങ് മാൻഡേറ്ററി ഇൻ പ്രാക്ടീസ് വിതൗട്ട് പ്രോപ്പർ ലെജിസ്ലേഷൻ. ഇങ്ങനെ ഒരു കാര്യമൊക്കെ വരുന്നതിന് മുന്നേ ഒരു പ്രോപ്പർ ലെജിസ്ലേഷൻ വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ അതിനൊരു ലീഗൽ ബാക്കിങ് വരും. ആധാർ ഒക്കെ പറയുമ്പോൾ എന്താ UIDA ആക്ട് ഒക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു അബാർ വന്നപ്പോ എന്താ അതിനൊരു അങ്ങനത്തെ ഒരു ലീഗൽ ബാക്കിങ്ങോ പ്രോപ്പർ ലെജിസ്ലേഷനോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇതിന്റെ ചലഞ്ചസ് ആണ് ഇതൊക്കെ അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. കാരണം നമുക്ക് ഒത്തിരിയധികം ബെനിഫിറ്റ്സ് അതിന്റെ കാണുകയാണ്.
അടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, മോഡേൺ ഡേ സമിറ്ററി, ഇറ്റ്സ് പെരിൽസ് ആൻഡ് ഇറ്റ്സ് പ്രോസ്പെക്ട്സ്. ഈ ആർട്ടിക്കിൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ സമിറ്റ് ലെവൽ ഡിപ്ലോമസിയെ കുറിച്ചാണ് പറയുന്നത്. സമിറ്റ് ഡിപ്ലോമസി അതിപ്പോ ഇന്നത്തെ കാലത്ത് ഈ ഗ്ലോബൽ പൊളിറ്റിക്സിലൊക്കെ അതിന്റെ റോള് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ കുറച്ചധികം സ്ട്രോങ് ലീഡർഷിപ്പ് ഒക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എക്സാമ്പിൾ ലീഡേഴ്സ് ലൈക്ക് ഡൊണാൾഡ് ട്രംപ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അവരൊക്കെ ഒത്തിരി അധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ആളുകളിൽ. പിന്നെ അതുപോലെ ആൻഡ് ഇൻഫ്ലുവൻസിങ് ബോത്ത് പോളിസി ആൻഡ് ദെയർ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതൊക്കെ ഒരു കരിസ്മാറ്റിക് ഫിഗേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു കരിസ്മ ഉണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ അതോറിറ്റി ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് കരിസ്മാറ്റിക് അതോറിറ്റി എന്നൊക്കെ. അതായത് ആളുകൾക്കൊരു ഒരു പവർ വരുന്നത് ആ ഒരു കരിസ്മ കൊണ്ട്, അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ട്. ഓക്കെ. പിന്നെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലണി കഴിഞ്ഞ ഇടയ്ക്ക് പറയുണ്ടായി, അവര് ട്രംപിനെയും അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെയും ഒക്കെ അവരെ കീ ഫിഗേഴ്സ് ഇൻ ഷേപ്പിംഗ് എ ന്യൂ കൺസർവേറ്റീവ് മൂവ്മെന്റ് എന്ന് അഭിസംബോധന ചെയ്യുകയുണ്ടായി. സോ അതൊക്കെ ഒരു ഈ പറയുന്ന സബ്മിറ്റ് ലെവൽ ഡിപ്ലോമസിയുടെ റോൾ ഇൻക്രീസ് ചെയ്യുക, പിന്നെ അതുപോലെ സ്ട്രോങ് ലീഡർഷിപ്പ് എന്ന കോൺസെപ്റ്റിനൊക്കെ പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത്. അപ്പൊ നമുക്ക് സബ്മിറ്റ് ലെവൽ ഡിപ്ലോമസി എന്ന് മുതലാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് ഓഫ് വിയന്ന 1814-15 കാലഘട്ടത്തിൽ കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് ഇതിന്റെ ഒരു തുടക്കം നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയായിരുന്നു അന്ന് നടന്ന ഈ കോൺഗ്രസ് ഓഫ് വിയന്ന? ഒരു ന്യൂ പൊളിറ്റിക്കൽ ഓർഡർ യൂറോപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക ആഫ്റ്റർ ദ നെപ്പോളിയനിക് വാർസ്. നെപ്പോളിയനിക് വാറൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു പുതിയ പൊളിറ്റിക്കൽ ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായി വിയന്ന കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് ഓഫ് വിയന്നയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അന്നത്തെ ആ കോൺഫ്ലിക്റ്റ് ഒക്കെ റിസോൾവ് ചെയ്യാനും ഒക്കെ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്ന സമ്മിറ്റ് ലെവൽ ഡിപ്ലോമസി. അതിന്റെ ഒരു വേറൊരു കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ കണ്ടതാണ് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞു. ഇതൊരു പീസ് ട്രീറ്റി ആയിരുന്നു, നമ്മുടെ US മീഡിയേറ്റ് ചെയ്ത ഒരു പീസ് ട്രീറ്റി ആയിരുന്നു. പിന്നെ അതുപോലെ ഇസ്രായേലിന്റെയും ഈജിപ്തിന്റെയും ഇടയിലായിരുന്നു ഈ ട്രീറ്റി നമ്മൾ കണ്ടത്, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ്. പിന്നെ അതുപോലെ കോൾഡ് വാർ ടെൻഷൻസിന്റെ സമയത്തും ഇതുപോലെ ഒത്തിരി അധികം സമ്മിറ്റ് ലെവൽ ഡിപ്ലോമസി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റൊണാൾഡ് റീഗണും പിന്നെ അതുപോലെ ഗോർബച്ചേവ് അറിയാലോ, റഷ്യയുടെ ആ സമയത്തെ ഭരണാധികാരി. റൊണാൾഡ് റീഗൺ US-ന്റെ. അതുപോലെ ആ കോൾഡ് വാറിന്റെ സമയത്തൊക്കെ ഇങ്ങനത്തെ ഒത്തിരി അധികം, കോൾഡ് വാർ അറിയാലോ, യുഎസും റഷ്യയും തമ്മിലുള്ള ശീതകാല യുദ്ധമാണ് കോൾഡ് വാർ. അതായത് ടെക്നോളജി പരമായിട്ടും ഒക്കെ അവർ ആ ഹാർഡ് പവർ യൂസ് ചെയ്യാതെ ഈ ടെക്നോളജി പോലുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ ആ ടെക്നോളജി പരമായിട്ടുള്ള ഒരാളിപ്പം നമുക്കറിയാം സ്പേസിലേക്ക് ഒരു കാര്യം അയക്കുകയാണെങ്കിൽ മറ്റൊരാളും അതിനെ കെൽപ്പുള്ള മറ്റൊരു സംഭവം ഇവിടെ സ്പേസിലേക്ക് ആധിപത്യത്തിന് വേണ്ടി അയക്കും. ആ ഒരു ടൈപ്പ് ഓഫ് അതൊക്കെയാണ് കോൾഡ് വാറിന്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒത്തിരി അധികം ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇതുപോലത്തെ സമ്മിറ്റ് ലെവൽ ഡിപ്ലോമസി കാര്യങ്ങളൊക്കെ. വൈൽ സമ്മിറ്റ് ഡിപ്ലോമസി ക്യാൻ ലീഡ് ടു പോസിറ്റീവ് ഔട്ട്കംസ്, ഇറ്റ് ഓഫൺ results in superficial agreements for political gains rather than lasting solutions. അപ്പൊ ഇത് പറയുന്നത് സമ്മിറ്റ് ലെവൽ ഡിപ്ലോമസി ഒക്കെ കുറച്ച് പോസിറ്റീവ് ഔട്ട്കംസ് ഒക്കെ കൊണ്ടുവരും, പക്ഷെ കൂടുതലായിട്ടും ഒരു ലാസ്റ്റിംഗ് സൊല്യൂഷൻസ് ഒന്നും ഇവർ കൊണ്ടുവരാറില്ല. അവരുടേതായ കുറച്ച് പൊളിറ്റിക്കൽ ഗെയിംസിനൊക്കെ വേണ്ടിയായിരിക്കും കാര്യങ്ങൾ നടത്തുന്നത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. റീസെന്റ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ട്രംപ് സെലൻസ്കി എക്സ്ചേഞ്ച്. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ടായിരുന്നു ഫെബ്രുവരി 28, 2025 മീറ്റിംഗ് ട്രംപും പിന്നെ അതുപോലെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആയിട്ട് ഒരു മീറ്റിംഗ് കണ്ടിരുന്നു. അതൊരു ജസ്റ്റ് പബ്ലിക് ഗ്രാൻഡ് സ്റ്റാൻഡിങ് ആണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. പബ്ലിക് ഗ്രാൻഡ് സ്റ്റാൻഡിങ് റാദർ ദാൻ മീനിങ് ഫുൾ റെസൊല്യൂഷൻ. അവിടെ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമൊന്നും അവിടെ കണ്ടില്ല. പക്ഷെ ആളുകളെയൊക്കെ ഒരു സ്പെക്ടേറ്റേഴ്സിനെ ഒന്ന് ഇംപ്രസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് മീറ്റിംഗ്, അതായിട്ട് അത് ചുരുങ്ങി എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തതായിട്ട് യൂറോപ്പിന്റെ അതിന്റെ റെസ്പോൺസും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ട്രംപ് സെലൻസ്കി ആ ഒരു ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോയില്ല ആ മീറ്റിംഗ്, അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒന്നും എത്തിയില്ല. അപ്പം യൂറോപ്യൻ ലീഡേഴ്സ് ഒക്കെ ഒരു ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രപ്പോസൽസ് ഒക്കെ അതിലൊരു പ്രപ്പോസൽസ് ലാക്ട് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു അടിത്തറയോ അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊന്നും അതിനകത്തൊന്നും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ മോദി ട്രംപ് മീറ്റിങ്ങിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്കറിയാം
കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ US വിസിറ്റ് നടത്തുകയുണ്ടായി. February 13, 2025 ട്രംപ് ക്രിട്ടിസൈസ്ഡ് ഇന്ത്യസ് താരിഫ് ബാരിയേഴ്സ്. കഴിഞ്ഞിടയ്ക്കായിട്ട് ന്യൂസിൽ നമ്മൾ കാണുന്ന ഇന്ത്യയുടെ താരിഫ് ബാരിയേഴ്സിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ USAIDയുടെ ഫണ്ട്സ് ഇന്ത്യയുടെ വോട്ടർ ടേൺ ഔട്ട്സ് ഒക്കെ കൂട്ടാൻ വേണ്ടി അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എലോൺ മസ്ക് ഹെഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അത് ഡോജി അവര് അത് കട്ട് ചെയ്ത കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അതുപോലെ ഇന്ത്യയുടെ ടാരിഫ് ബാരിയേഴ്സിനെയൊക്കെ ട്രംപ് ക്രിട്ടിസൈസ് ചെയ്തു. ആ കാര്യമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ വിസിറ്റ് ഒക്കെ നടന്നു പറഞ്ഞാൽ നമുക്കൊരു മേജർ ആയിട്ടുള്ള കൺസെഷൻസ് കാര്യങ്ങളൊന്നും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. Meeting resulted in a vague joint statement but included a significant offer. Vague statement ആണ് അവർ നൽകിയെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് ഓഫർ ഉണ്ട്. സെയിൽ ഓഫ് F-35 ഫൈറ്റർ ജെറ്റ്സ് ടു ഇന്ത്യ. F-35 ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യയിലേക്ക് വിൽപ്പന, അതിനൊരു കാര്യമൊക്കെ നടത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ ഈ US ചൈന കൗണ്ടർ ചെയ്യണം, ആ കാര്യത്തിന് വേണ്ടിയാണ് നടത്തിയിരിക്കുന്നത്. കൺക്ലൂഷൻ ആയിട്ട് പറയുവാണെങ്കിൽ സബ്മിറ്റ് ഡിപ്ലോമസി എന്ന് പറയുന്നത് അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. ആൻഡ് ഓഫൺ സിംബോളിക്, മിക്കവാറും ഒരു സിമ്പിൾ പോലെ നടന്നു പോകുന്ന ഒരു ചടങ്ങ് പോലെ, റാദർ ദാൻ സബ്സ്റ്റാൻഷിയേറ്റീവ്. എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് കൊണ്ടുവരാനൊന്നും അവര് ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം റെസൊല്യൂഷൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. While it plays a crucial role in modern international relations, it is frequently reduced to a public relations exercise rather than a tool for meaningful conflict resolution. കോൺഫ്ലിക്ട് റെസൊല്യൂഷന്റെ ഒരു ടൂൾ ആയിട്ടൊന്നും നടക്കുന്നില്ല, പക്ഷെ ഇതൊരു മിയർ പബ്ലിക് റിലേഷൻസ് ആയിട്ട് മാറുകയാണ്. ഇതൊരു ക്രൂഷ്യൽ റോൾ ഉണ്ട് ഇന്റർനാഷണൽ റിലേഷൻസിൽ. പക്ഷെ അത് ഇപ്പൊ അടുത്തിടെയായിട്ട് നമ്മൾ കാണുന്ന വെച്ചിട്ട് ഇതൊരു പബ്ലിക് റിലേഷൻസ് എക്സസൈസ് ആയിട്ട് മാത്രം മാറുന്നുണ്ട് എന്ന രീതിക്കാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞു വെക്കുന്നത്. അടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായത് സ്കൂൾ ക്ലോഷർ ദാറ്റ് മസ്റ്റ് ബി കോൾഡ് ഔട്ട് എന്ന് പറഞ്ഞത് CS2 വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഗവർണൻസ് കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിട്ട് കുറച്ചധികം ബന്ധമുള്ള ആർട്ടിക്കിൾ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 350A ഒക്കെ ഇത് പരാമർശിക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇത് പറയുന്നത് ഗോണ്ടി മീഡിയം സ്കൂള് ഒരു ഒള്ളി ഗോണ്ടി മീഡിയം സ്കൂളായിരുന്നു മുഫ്ഗാൺ വില്ലേജിലെ. അത് മഹാരാഷ്ട്ര വരുന്ന ഒരു വില്ലേജാണ്, ഗഡ്ചിറോളി ഡിസ്ട്രിക്റ്റില്. അത് ക്ലോസ് ചെയ്യണ്ടായി അടുത്തിടയ്ക്ക്. ഗോണ്ടി മീഡിയം സ്കൂൾ, ഗോണ്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ട്രൈബൽ ലാംഗ്വേജ് ആയിരുന്നു. അപ്പൊ അത് ഒത്തിരി അധികം കൺസേൺസ് റേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ത് ആസ്പെക്റ്റില്ല, പ്രിസർവേഷൻ ഓഫ് ട്രൈബൽ ലാംഗ്വേജസ് ആൻഡ് കൾച്ചേഴ്സ്, ആ ഒരു ആസ്പെക്ട് ഒത്തിരി അധികം കൺസേൺസ് അത് റേസ് ചെയ്യുന്നുണ്ട്. ഈ ട്രൈബൽ ലാംഗ്വേജ് ഒക്കെ കൺസർവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ അതിന് ഒത്തിരി അധികം ചോദ്യങ്ങൾ റേസ് ചെയ്യുന്നുണ്ട്. ഈ സ്കൂള് 2019 ഒരു ഗ്രാമപഞ്ചായത്ത് റെസൊല്യൂഷൻ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. എന്തിനു വേണ്ടിയാ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ടു പ്രൊവൈഡ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ട്രൈബൽ ലാംഗ്വേജ്. ചെറിയ ക്ലാസ്സിൽ ട്രൈബൽ ലാംഗ്വേജിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അലൈനിങ് വിത്ത്, നമുക്കറിയാം ആർട്ടിക്കിൾ 29 ചേർന്ന് പോകുന്ന ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 29 പറയുന്നതല്ല, റൈറ്റ് ടു പ്രിസർവ് ഡിസ്റ്റിങ് ലാംഗ്വേജസ് ആൻഡ് കൾച്ചേഴ്സ്. ആർട്ടിക്കിൾ 29 ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പിന്നെ അതുപോലെ ആർട്ടിക്കിൾ 350A ഉണ്ട്, അത് ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ്. മദർ ടങ്ങിലൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ മദർ ടങ്ങിലൊക്കെ ആളുകളെ പഠിപ്പിക്കുന്നതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ 350A എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്ന ഒരു തരത്തില് തുടങ്ങിയ ഒരു സ്കൂളായിരുന്നു. അത് ഈയിടയ്ക്ക് ക്ലോസ് ചെയ്യുകയുണ്ടായി. അപ്പൊ അതൊത്തിരി കൺസേൺസ് റേസ് ചെയ്യുന്നുണ്ടെന്നാണ്. അതിന്റെ കുറെ ഇഷ്യൂസ് ആണ് പറയുന്നത്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആർഗ്യൂസ് ദാറ്റ് ദ സ്കൂൾ ഈസ് നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അപ്പം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RT ആക്ട് 2009 പ്രകാരം ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് ആ സ്കൂൾ അടച്ചതെന്നാണ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. കാരണം ഇതുമായിട്ട് അലൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇതുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികളുടെ അതൊരു ഫ്യൂച്ചറിൽ ഈ സ്റ്റുഡൻസിന് ഒരു എഡ്യൂക്കേഷൻ ട്രാൻസിഷൻ മറ്റൊരു ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പോകുമ്പോൾ ഇത് ബുദ്ധിമുട്ട് വരുമെന്ന രീതിക്ക് ആയതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്യാൻ തീരുമാനം എടുത്തത്. പിന്നെ അതുപോലെ ഒഫീഷ്യൽസ് പറയുന്നത് സ്റ്റുഡൻസിന് ഇപ്പൊ ഇറങ്ങുകയാണെങ്കിൽ മറ്റ് സ്കൂൾസിലേക്ക് ഇവരെ അബ്സോർബ് ചെയ്യാൻ പറ്റും ഈ സ്റ്റുഡൻസിനെ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ സ്ട്രക്ചറൽ ബയസ് ആൻഡ് സബോർഡിനേഷൻ, അത് മറ്റൊരു പ്രശ്നമായിട്ട് ഇത് പറയുന്നുണ്ട്. അതായത് സ്റ്റേറ്റിന്റെ ഇങ്ങനത്തെ സ്കൂളുകളെ റെക്കഗ്നൈസ് ചെയ്യാത്തതിന്റെ തീരുമാനം സൂചിപ്പിക്കുന്നത് അവരുടെ ഒരു ആദിവാസി കമ്മ്യൂണിറ്റീസിനെയൊക്കെ മാർജിനലൈസ് ചെയ്യുന്ന ഒരു സിമ്പൽ ആയിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ മേജർ ട്രൈബൽ ലാംഗ്വേജസ് ലൈക്ക് ഗോണ്ടി ആർ നോട്ട് ലിസ്റ്റഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ്
കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം 8ാമത്തെ ഷെഡ്യൂളിൽ കുറച്ചധികം ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് പറയുന്നുണ്ട് അല്ലെ, 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസ്. അതിൽ സംസ്കൃതം ഉൾപ്പെടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സംസ്കൃതം ഇവർ പറയുന്ന ഈ ആർട്ടിക്കിൾ 25,000 പേര് താഴെ ഇത് സംസ്കൃതം സംസാരിക്കുന്നുള്ളൂ. പക്ഷെ ഗോണ്ടി ഏകദേശം 29 ലക്ഷം ആളുകളോളം സംസാരിക്കുന്നുണ്ട്. അപ്പം അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല 8th ഷെഡ്യൂളിൽ. അപ്പൊ അതൊക്കെ ഒരു അവഗണനയാണ് കാണിക്കുന്നത് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അതൊരു സ്ട്രക്ചറൽ ബയസിന്റെ അതുപോലെ സബോർഡിനേഷന്റെ ഒക്കെ ഒരു സൂചനയാണെന്ന് പറയുന്നത്. ഗോണ്ടി ലാംഗ്വേജ് എന്ന് പറയുന്നതിന്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് ഗോണ്ടി ലാംഗ്വേജ് എന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു സൗത്ത് സെൻട്രൽ ദ്രവീഡിയൻ ലാംഗ്വേജ് ആണ്. സൗത്ത് സെൻട്രൽ ദ്രവീഡിയൻ ലാംഗ്വേജ് അത് മെയിൻ ആയിട്ട് നമുക്ക് കാണുന്ന ഇത് സംസാരിക്കുന്ന ആളുകളുള്ള മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, പിന്നെ അതുപോലെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന റീജിയൻസിലാണ്. ഗോണ്ട് പീപ്പിൾ ആണ് ഇത് കൂടുതലും സംസാരിക്കുന്നത്. ഇതൊരു ദ്രവീഡിയൻ ലാംഗ്വേജ് ആണ്. പിന്നെ ഇതിന് മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ കൊയ്ത്തൂർ എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. ഏകദേശം 3 മില്യൺ അടുത്ത്, അതായത് 29 ലക്ഷം 30 ലക്ഷം പേരടുത്ത് ഇത് സംസാരിക്കുന്നുണ്ട് ഈ ലാംഗ്വേജ്. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ആസ്പെക്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആദിവാസി ഐഡന്റിറ്റിക്ക് ഒരു ത്രെട്ടുമാണ് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ഇങ്ങനത്തെ സ്കൂളൊക്കെ അടയ്ക്കുന്നതും. അതായത് ട്രൈബൽ കൾച്ചർ എന്ന് പറയുന്ന അവർ ഓറൽ ട്രഡീഷൻസിലും മിത്സിലൊക്കെയാണ് റിലേ ചെയ്യുന്നത്. പിന്നെ വിച്ച് ആർ അണ്ടർ ത്രെറ്റ് ഡ്യൂ ടു ഓർഗനൈസേഷൻ ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്. പിന്നെ ഇതൊക്കെ ഇന്ത്യൻ സൊസൈറ്റി പരമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അതായത് ഇവർക്ക് ഇതൊരു വലിയൊരു ത്രെട്ടായിട്ട് മാറുന്നുണ്ട്. പിന്നെ ദ ഡിക്ലൈൻ ഓഫ് ആദിവാസി ലാംഗ്വേജസ് ക്യാൻ ലീഡ് ടു ആൻ ഇറിവേഴ്സിബിൾ ലോസ് ഓഫ് ട്രൈബൽ ഐഡന്റിറ്റി. അത് അവരുടെ ട്രൈബൽ ഐഡന്റിറ്റിയെ വരെ എഗൻസ്റ്റ് ആയിട്ട് ബാധിക്കും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ദ ആർട്ടിക്കിൾ കോൾസ് ഫോർ ദ റെക്കഗ്നീഷൻ ഓഫ് ഗോണ്ടി ആൻഡ് അതർ ആദിവാസി ലാംഗ്വേജസ് ടു പ്രൊട്ടക്ട് ട്രൈബൽ ഐഡന്റിറ്റി ആൻഡ് കൾച്ചർ. അപ്പം ഇതിനെ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. ഗോണ്ടി ലാംഗ്വേജിനെ റെക്കഗ്നൈസിംഗ് ദ ഗോണ്ടി മീഡിയം സ്കൂൾ വുഡ് അലൈൻ വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റ്മെന്റ് ടു പ്രിസർവിംഗ് ഇന്ത്യസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പം ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നതിലൂടെ എന്താ പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. നമ്മൾ ആർട്ടിക്കിൾ 29 പിന്നെ അതുപോലെ ആർട്ടിക്കിൾ 350A എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കൗണ്ട് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. അബാറിനെ കുറിച്ച് വിഷയം. അബാർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അബാർ എയിംസ് ടു ഡിജിറ്റൈസ് academic transcripts of students and create a centralized record linked with the Aadhaar. Of statement 2, enrollment in ABAR is legally mandatory under the Right to Education Act 2009. Statement 3, the Supreme Court of India has ruled that the Aadhaar cannot be mandated for basic education. Which of the statements given above is or are correct? Option A, 1 and 2 only. Option B, 2 and 3 only. Option C, 1 and 3 only. Option D, 1, 2 and 3. അപ്പം എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തതിന്റെ ആൻസർ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ആർട്ടിക്കിൾസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച്.